തീവ്ര സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നതിന്റെ രഹസ്യം റാംബോയ്ക്ക് അറിയാമായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദിവസവും ഒരു ഡസനിലധികം തവണ ടോയ്ലറ്റ് ഉപയോഗിച്ച റാംബോ ബാക്കിയുള്ള ടോയ്ലറ്റ് പേപ്പറുകൾ വെള്ളത്തിൽ കുതിർത്ത് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്ത് ഒരു കട്ടിയുള്ള ബ്ലോക്കാക്കി മാറ്റി. ഭക്ഷണ സമയത്ത് കൈവിലങ്ങഴിക്കുമ്പോൾ ഗാർഡിന്റെ ശ്രദ്ധ മാറിയ തക്കത്തിന് റാംബോ ഈ പേപ്പർ ബ്ലോക്ക് ലോക്കിന്റെ സിലിണ്ടറിലേക്ക് തിരികെ കയറ്റി. ഗാർഡ് പോയ ശേഷം പതുക്കെ തള്ളിയപ്പോൾ തന്നെ ആദ്യത്തെ വാതിൽ തുറന്നു. തുടർന്ന് മിൽക്ക് കാർട്ടൺ ചവിട്ടിയരച്ച് അതിലെ സുതാര്യമായ പ്ലാസ്റ്റിക് പുറത്തെടുത്ത് ഗാർഡ് കീപാഡിൽ വിരലടയാളം പതിപ്പിച്ചപ്പോൾ തന്നെ 4 പാസ്വേഡ് റാംബോ മനസ്സിലാക്കി. 24 സാധ്യതകളുണ്ടായിട്ടും ശരിയായ കോമ്പിനേഷൻ വേഗം കണ്ടെത്തി. എന്നാൽ ഉടൻ തന്നെ രക്ഷപ്പെടാൻ നിൽക്കാതെ CCTV പ്രോഗ്രാം മാറ്റിയെഴുതി തിരികെ സെല്ലിൽ പോയി. 2 ആഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം ഗാർഡുകൾ വിശ്രമിക്കുമ്പോൾ വാർഡനെ കൂട്ടി റൂഫ് ടോപ്പിൽ പോയി സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. റൂഫ് ടോപ്പിന്റെ താഴെയുള്ള ഭാഗം സുരക്ഷാ നിരീക്ഷണത്തിൽപ്പെടാത്ത മേഖലയായിരുന്നു. ഇത് റാംബോയ്ക്ക് വലിയ അവസരമായി. സെല്ലിലിരുന്ന് CCTVയിലേക്ക് നോക്കി പുറത്തുള്ള സഹായിക്ക് സന്ദേശം നൽകി ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു. പുറത്ത് കൃത്യസമയത്ത് റാംബോയുടെ സഹായി ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തി. CCTV റൂമിലെ ഗാർഡുകളെല്ലാം ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ റാംബോ സെല്ലിൽ നിന്ന് പുറത്തുവന്ന് വെന്റിലേഷൻ ഡക്കിലൂടെ ഫയർ സ്റ്റേഷൻ ഗാരേജിലെത്തി ഫയർമാന്റെ യൂണിഫോം ധരിച്ചു. ഒരു ഫയർ ട്രക്കിനടിയിൽ ഒളിച്ചിരുന്ന് റാംബോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരന്റെ കാറിൽ രക്ഷപ്പെടുന്നതിനിടയിൽ റാംബോ ജയിലിന്റെ ഗേറ്റിനടുത്ത് വെച്ച് തന്നെ ഇറങ്ങി ജയിൽ യൂണിഫോമിൽ തെരുവിലൂടെ നടന്നു. പോലീസ് വളഞ്ഞപ്പോൾ ഒരു രഹസ്യ നമ്പറിലേക്ക് വിളിച്ചു. പോലീസ് റാംബോയെ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ വാർഡന്റെ ഓഫീസിലെത്തി. റാംബോ ഒരു ക്രിമിനലായിരുന്നില്ല. FBI വിലക്കെടുത്ത ഒരു വിദഗ്ധനായ രക്ഷപ്പെടൽ കലാകാരനായിരുന്നു. എന്നാൽ അഹങ്കാരം കാരണം ഒരു രഹസ്യ സംഘടനയുടെ നോട്ടപ്പുള്ളിയായി. ഒരിക്കൽ ഒരു CIA ഉദ്യോഗസ്ഥൻ ജീവനോടെ ആരും പുറത്തു പോകാത്ത ഒരു സ്വകാര്യ ജയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആത്മവിശ്വാസമുള്ള റാംബോ വെല്ലുവിളി ഏറ്റെടുത്തു. സുരക്ഷയ്ക്കായി അവർ ഒരു പിന്മാറ്റ കോഡ് സജ്ജമാക്കുകയും റാംബോയുടെ ശരീരത്തിൽ ഒരു ട്രാക്കർ കുത്തിവെക്കുകയും ചെയ്തു. എന്നാൽ പുറത്തുവന്ന ഉടൻ തന്നെ റാംബോ വൈദ്യുതാഘാതമേറ്റ് ബോധരഹിതനായി. ട്രാക്കർ പുറത്തെടുത്തു. മയക്കുമരുന്നിന്റെ ഫലത്തിൽ ബോധം നഷ്ടപ്പെട്ട റാംബോ ഉണർന്നപ്പോൾ ഒരു ഗ്ലാസ് സെല്ലിലായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ ഇതുപോലെ സുരക്ഷയേറിയ ഒരു ജയിൽ റാംബോ കണ്ടിട്ടില്ലാത്തതിനാൽ അമ്പരന്നു. വാർഡനെ കണ്ടപ്പോൾ തന്നെ അയാൾ പിന്മാറ്റ കോഡ് പറഞ്ഞു. പക്ഷെ വാർഡന് റാംബോയെ പോകാൻ അനുവദിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല.